ദീപോടെ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അനിയൻ ശ്രീരാജ്. അവനിപ്പോൾ ഒരു 1.5 കൊല്ലമായി നാട്ടിൽ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് വല്യമ്മയും ഞാനും ദീപും അമ്മയും എല്ലാവരും കൂടി തൃശ്ശൂർ വരെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. പോണ വഴിക്ക് നൈസ് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വിശപ്പ്. അങ്ങനെ ഞങ്ങൾ അക്ഷയയിൽ കയറാമെന്ന് വിചാരിച്ചു. പായസമൊക്കെ ഉണ്ട്. ദീപു നീ അങ്ങനെ ദൂരെ ഇരിക്കണല്ലോ, എൻ്റെ മാറിയിട്ടില്ല. നമ്മുടെ അനിയനായിട്ട് പറയല്ലോ കേട്ടാ, ഇത്രയ്ക്ക് ഉരുവത്തിൽ മെനു വായിക്കുന്ന ഒരാളാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ദീപും ശ്രീരാജും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉള്ള ചിക്കൻ ബിരിയാണി കേട്ടോ. വന്നപാടെ ദീപു കലാപരിപാടി തുടങ്ങിയിട്ട. എന്താ സ്നേഹം, അനിയന് വിളമ്പി കൊടുക്കണില്ലേ. അതിൻ്റെ പുറകെ തന്നെ ഞങ്ങളുടെ മീൽസ് എത്തിയിട്ട് സംഭവം ഒരു താലി മീൽസ് പോലെയൊക്കെ ഉണ്ട്, നല്ല കളറായിട്ടുള്ള മീൽസ്. പണ്ടെങ്ങാണ്ട് ഞാൻ അക്ഷയെന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് അത്ര കൂടെ ഓർമ്മയില്ല. കുറേ കറികളും പപ്പടവും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അമ്മയും വല്യമ്മയും നല്ല ഹാപ്പിയായി. വല്യമ്മ നന്നായി ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് അമ്മ ഞങ്ങൾ 2 മക്കളൊപ്പം ഒന്ന് പുറത്തേക്ക് പോണത്. അങ്ങനെ ഞാൻ സാമ്പാർ എടുത്ത് ഊണിലേക്ക് ഒഴിച്ചു. നമ്മളെ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടിയാണ് ഈ സാമ്പാറും ഊണും കൂടി ഇങ്ങനെ കുഴയ്ക്കുക എന്നുള്ളത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഊണ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അടുത്തതായിട്ട് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായി ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നെസ്റ്റോനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ടായില്ലല്ലോ. നമ്മുടെ ലുലുവൊക്കെ പോലെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് നെസ്റ്റോ. എന്താ ഓഫർ നോക്കിയേ, ഈ ഓഫർ നോക്കടി. കുറേ ഓഫറുകളൊക്കെ ഉണ്ടെങ്കിലും സബോളയാണ് ദീപുവിൻ്റെ കണ്ണിപ്പെട്ടത്. നല്ല ഭംഗിയിൽ അടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ, നല്ല രസമുണ്ട് ഇത് കാണാൻ. അതിൻ്റെ ഇടയിൽ വല്യമ്മയ്ക്കൊരു സംശയം. സീ ഫുഡിൻ്റെ ഒക്കെ സെക്ഷൻ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ കിളി പാറും, അത്രയധികം വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബീഫും ചിക്കനും നോൺ വെജ് പ്രേമികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. മസാല പുരട്ടിയതും പുരട്ടാത്തതും കാലും തലയും ഒക്കെ ഇവിടെ ഉണ്ട്. ഒരാടിൻ്റെ തല നോക്കിയേ. കേക്ക് കണ്ടോടുകൂടി ദീപു ചാടി വന്നുട്ടാ. ഈ കേക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ദീപു മരിക്കും, അത്ര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ അമ്മ പൈനാപ്പിൾ നോക്കാൻ പോയി. ഞാൻ നോക്കുമ്പോഴേ എന്തോരം ഫ്രൂട്ട്സാണ്, ഒരുപാട് ഐറ്റംസ് ഇവർ അടക്കി വെച്ചുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലൊരു നിറവ് ഫീൽ ചെയ്യും. എല്ലാ ഐറ്റംസും ഹെവി ക്വാണ്ടിറ്റി. ദീപു സാമ്പിൾ വേണം. കേക്കിൻ്റെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ അടുത്തൊരു മിഠായി മലിക്കായി. വെള്ളമുണ്ടൊക്കെ ഉണ്ട്. റോസ്റ്ററി സെക്ഷനൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാ ഐറ്റംസും കൂടി ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ദിവസം മെനക്കെട്ട് ഷോപ്പിങ്ങിന് തന്നെ വരണം, അത്രയധികം ഐറ്റംസ് കൂടി ഉണ്ട്. ഹോട്ട് ഫുഡ് ഉണ്ടല്ലോ, എന്തിനാ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഇവിടെ നിന്ന് തന്നെ വാങ്ങി കഴിക്കായിരുന്നു. നല്ല ഓഫർ പ്രൈസിങ്ങിൽ ഒരുപാട് ഐറ്റംസ്. ഇവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ മേലെ ഫുഡ് കോർട്ടിൽ കഴിക്കുകയും ചെയ്യാത്രേ. സ്വീറ്റ്സും എന്താ പറയുക, ഫുഡികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും കൂടി ഉണ്ട്. ഉപ്പിലിട്ടതും തേനിലിട്ടതും അങ്ങനെ കുറേ ഐറ്റംസ് വേറെ. ഫുഡ് കഴിച്ചപ്പോഴേ നല്ല ദാഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു തണ്ണിമത്തനും ദീപുവിന് ഒരു ഫ്രൂട്ട് സലാഡ് വേണമെന്ന് പറഞ്ഞു, അതും എടുത്തു. ശ്രീരാജും ഫ്രൂട്ട് സലാഡ് തന്നെ എടുത്തുട്ടാ. കോർക്ക് കിട്ടിയപ്പോൾ വല്യമ്മ ഹാപ്പി. അമ്മയ്ക്ക് ഒരു കോവയ്ക്ക് എടുത്തു. ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കരിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണല്ലേ. ഞാനിതൊന്നും വളർത്താറില്ലെങ്കിലും കണ്ടപ്പോൾ വളർത്താൻ ആഗ്രഹം തോന്നിയിട്ടാണ്. നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. ഗ്രൗണ്ട് ഫ്ലോർ നടന്നു വന്നപ്പോഴേക്കും നല്ല ക്ഷീണമായി. ഞങ്ങളങ്ങനെ ഫുഡ് കോർട്ടിൽ കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നു. ഫ്രൂട്ട് സലാഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ ദീപുവിന് അത്രയും താല്പര്യമില്ല. വല്യമ്മയ്ക്ക് തണ്ണിമത്തൻ നല്ല ഇഷ്ടമായിട്ടാണ്.
എന്നാൽ അമ്മയ്ക്ക് നേരെ ഓപ്പോസിറ്റ് അഭിപ്രായമായിരുന്നു. അമ്മ പറഞ്ഞു ഫ്രൂട്ട് സലാഡ് കൊള്ളാമെന്ന്. അല്ലേ, അത് ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളവർക്കുണ്ടോ? രാജേഷനൊക്കെ ഇഷ്ടം. ഒരു പൈനാപ്പിൾ ആണല്ലോ. ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് ഇഷ്ടപ്പെട്ടവർക്ക് ഇത് ഇഷ്ടമാവും. ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടാത്ത ദീപനെ പോലുള്ളവർക്ക് ഇത് ഇഷ്ടാവില്ല. അവള് വിചാരിച്ചത് ഇത് ഐസ്ക്രീമാണ്, പക്ഷെ ഇതിൽ ഐസ്ക്രീം അല്ല, അത് ഫ്രൂട്ട് സലാഡ്. കുറച്ച് ഐസ്ക്രീം അങ്ങനെ ചെറിയൊരു വിശ്രമത്തിന് ശേഷം സെക്കൻഡ് ഫ്ലോറിലെത്തി. ഇവിടെ പിന്നെ പറയണ്ടല്ലോ, ഹോം അപ്ലയൻസസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അതൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് കുറേ ഡോൾസിൻ്റെ കളക്ഷൻ ഞങ്ങൾ കണ്ടു. ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട് കേട്ടോ, പല തരത്തിലുള്ള ഐറ്റംസ്. ഇന്നാളെ തൃപ്രയാർ ഇങ്ങനെയുള്ള ഐറ്റംസ് മേടിക്കാൻ പോയപ്പോൾ നല്ല വില അവർ പറഞ്ഞു കേട്ടോ. ഇതിനപേക്ഷിച്ച് ഇവിടുത്തെ പ്രൈസിങ് വളരെ റീസണബിൾ ആട്ടാ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു താറാവ് അല്ലേ, അരയന്നാണ് താറാവണോ. അതുപോലെ ദേ ഇങ്ങനെ വലിച്ച് നടക്കാൻ പറ്റിയ കുട്ടികൾക്ക് ഈ പൂച്ചേനൊക്കെ വലിക്കാന്ന് പറയാൻ നല്ല രസമുള്ള പരിപാടിയാണ് അല്ലേ. എൻ്റെ ദൈവമേ, എന്തോരം കളിപ്പാട്ടങ്ങളെ കണ്ടിട്ടും തീരുന്നില്ല. ദേ പെട്ടികൾ, ഇതിപ്പോൾ നെസ്റ്റോൻ്റെ പരസ്യമെന്ന് വിചാരിക്കും ആൾക്കാർ. സത്യം പറയാല, ഞാൻ വെറുതെ വന്നപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. എനിക്കൊരു കാശൊന്നും തരുന്നില്ല. എന്തായാലും ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്, വേറെ എവിടെയും പോണ്ട. പോലെ സ്റ്റേഷനറി സാധനങ്ങൾ ഒരു ലോഡുണ്ട്. ഫയലുകൾ കുത്തിട്ട് യോജിപ്പിക്കേ, ഡാബിൾക്ക് കുത്തിട്ട് യോജിപ്പിക്കുന്ന വല്ല ബുക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ സൈക്ലിംഗ് ആണല്ലോ ട്രെൻഡ്. ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ കാണാമല്ലോ. അവരവിടെ ഒരു സ്കൂൾ ബസ്സിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ വലിയമ്മയ്ക്ക് ഒരു കൗതുകം. സ്കൂൾ ബസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ കുട്ടികൾക്കുള്ള സാധനങ്ങൾ വയ്ക്കുമ്പോൾ കുട്ടികൾക്കൊരു അട്രാക്ഷൻ തോന്നില്ല. മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. പേന ഉണ്ട്, എന്തോരം പേനകൾ നോക്കിയാൽ ഇഷ്ടം പോലെ പേനകൾ. അക്ഷയനെ കൊണ്ട് വരണ്ടായിരിക്കും അല്ലേ. അങ്ങനെ നടന്നൊരു പരുവായപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ടാണ്. ശരിക്കും ടയേർഡായി. വലിയൊരു ഷോപ്പിംഗ് ഒന്നും ഞങ്ങൾ നടത്തിയില്ല, അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിച്ചു. എന്തായാലും മമ്മൂക്ക പറഞ്ഞ പോലെ ഒരു വരവ് കൂടി ഇങ്ങോട്ട് വരേണ്ടി വരും. കാരണം അത്രയും നല്ലൊരു ഷോപ്പിംഗ് അനുഭവമാണ് നമുക്ക് നെസ്റ്റോ ഒരുക്കി വെച്ചിട്ടുള്ളത്.